എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സച്ചീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ തന്നെ നമ്മളിന്ന് മീൻ ഹാർബറിൽ മീൻ ലേലം വിളിക്കലും ഇതേ ബോട്ടുകാർ വന്ന് മീനെ വലയെന്ന് തിരിയണ വീഡിയോ ഒക്കെയാണ് നമ്മളിന്ന് ഇടണം. നമുക്കിത് ഹാർബറിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നത് കാളമുക്ക് ഹാർബറിലാണ്. വൈപ്പില്ലേ കാളമുക്ക് ഹാർബറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അപ്പോൾ ഇത് ലേലം വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2025 ജനുവരി 1 ആദ്യത്തെ ലേലം വിളിക്കലും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ലേലം വിളി തുടങ്ങി ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി കൂടിയിട്ടുണ്ട്. കച്ചവടക്കാരാണ് കൂടുതൽ കേട്ടോ. ഇത് ആദ്യം തന്നെ തുടക്കം തന്നെ പൂമീനാണ് കിടക്കുന്നത്. പൂമീൻ 2 ഇനം ഉണ്ട്. കുറ്റിപ്പൂമീനുണ്ട്, വള്ളിപ്പൂമീനുണ്ട്. അത് രണ്ടിനും 2 ടൈപ്പാണ്. ഒരു ഇനത്തിന് മുള്ളിത്തിരി കൂടുതലായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് നല്ല പാള പോലത്തെ കരിമീൻ കിടക്കുന്നുണ്ട് കേട്ടോ. പാള എന്ന് പറഞ്ഞാൽ നല്ല സൈസ് കരിമീനാട്ടോ കിടക്കണേ. കരിമീൻ കിടക്കുന്നുണ്ട്. അപ്പുറത്ത് സ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് കരിമീൻ്റെ തൊട്ടിപ്പുറത്ത് പൂമീൻ്റെ അരികിലായിട്ട് തന്നെ നമുക്ക് ചെമ്പല്ലി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെമ്പല്ലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലേലം വിളിക്കാനായിട്ട് ഇട്ടേക്കുവാണ്. അതിലിതേ പൂമീൻ ലേലം വിളിച്ച് കഴിഞ്ഞിട്ട് ഇതേ അവർ എടുത്ത് കൊടുക്കണ കേട്ടോ കാണുന്നത്. ചെമ്പല്ലി കിടന്ന് പിടക്കണുണ്ടോ? നമ്മുടെ കടലിലെ ചെമ്പല്ലിയാണ് കിടക്കുന്നത്. നമ്മുടെ കടലിലും കായലിലും ഒക്കെ ഉണ്ടാണ് ചെമ്പല്ലിയാണ് കിടക്കുന്നത്. എന്താ ചെമ്പല്ലി കിടന്ന് പിടക്കും. അപ്പോൾ ചെമ്പല്ലിയും ആ പൂമീനും കൂടി ആ ചേട്ടനെ വിളിച്ചെടുത്ത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല മുഴുക്കണ ചെമ്പല്ലിയാണത്. ഒരു 3-4 കിലോ ഒക്കെ അതിനും മേളിലൊക്കെ വന്ന ചെമ്പല്ലിയാണ്. ഈ കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ വെറുതെ നശിപ്പിച്ച് കളയുകയാണ് ആൾക്കാരൊക്കെ. ഞാൻ അപ്പുറത്ത് കണ്ടോ ആ കവറിട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിട്ടത് ആ ലേലം ഉറപ്പിച്ചതാണ്. ഈ അയിലയൊക്കെ പോയിട്ടോ. അയില ഇഷ്ടംമാതിരി കയറുന്നുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി എന്ന് വെച്ചാൽ കുറേ അയിലയാണ് ഇപ്പോൾ കയറുന്നത്. കുറച്ച് ദിവസമായിട്ട് അയിലയും നമ്മുടെ ചാളയും നല്ല ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ഇത് വേളൂരി കേട്ടോ. വേളൂരി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് അയില ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അയിലയാണ് മിക്കടുത്ത് നോക്കിയിട്ട് അയില തന്നെ വന്നത്. അയില ബോക്സിൽ വാരി ലേലം വിളി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ബോക്സിൽ വാരണയാണ് കാണുന്നത്. ഇത് വേളൂരി തന്നെയാണ്. വേളൂരി എന്ന് പറയാൻ നേരത്തില്ല, നല്ല ഐസ് ഇടാത്ത നല്ല കരിം പച്ച വള്ളക്കാരിങ്ങ് ഇറക്കിക്കൊണ്ട് വന്ന് ചൊരിയണ സാധനമാണ് ഈ കിടക്കണ വേളൂരി എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ചതച്ചങ്ങ് ഇട്ടിട്ട് വെറുതെ മുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ എന്താ പറയണേ, നമ്മുടെ ഇങ്ങനെ താളിച്ചെടുക്കില്ലേ നമ്മുടെ, അതിന് ഞങ്ങൾ പറയണത് മുളകേറ് വെക്കണമെന്നൊക്കെ പറയണേ, തിളപ്പിക്കണം എന്ന് പറയണേ. അതങ്ങ് വെച്ച് നോക്കണം. നല്ല അടിപൊളിയാണ്. ഇതേ അതിൽ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടോ ബോട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു കേട്ടോ. അവിടെ ബോട്ട് വള്ളക്കാർ വന്ന് കിടക്കും. ബോട്ടല്ല, വള്ളക്കാർ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് വല കുടഞ്ഞ് അപ്പം തന്നെ അവർ ബക്കറ്റിലും കൊട്ടയിലാക്കി കൊണ്ടുവന്ന മീനാണ് ഈ കാണുന്നത്. ഇതേ ചൊരിഞ്ഞിട്ട് കാണാം. ചൊരിഞ്ഞിട്ടപ്പോൾ തന്നെ ലേലം വിളി തുടങ്ങും കേട്ടോ. ഇപ്പോൾ ലേലം വിളി ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ അവർ തിരിച്ച് ബോക്സിൽ നിറച്ച് അവർ കൊണ്ടുപോകും. കച്ചവടക്കാർ കൊണ്ടുപോകും. നല്ല ഐസിടാത്ത കരിം പച്ച മീനാണ് ഇവിടെ. ഇത് സ്രാവിൻ്റെ കുഞ്ഞാട്ടോ. അതൊക്കെ ലേലത്തിൽ പോയേക്കണതാണ് കാണുന്നത്. ഇത് ആ വേളൂരിയും പോയായിരുന്നേ. അതിൽ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഇഷ്ടംമാതിരി അയില കയറി വന്നിട്ടുണ്ട്. ഈ അയിലയും ചാളയൊക്കെ ഒരുപാട് കയറണോണ്ട് ഇപ്പോൾ ഒന്ന് ചാളക്കോ അതിലൊക്കെ ഇത്തിരി വില ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പൊക്കെ 2 കിലോ 100 രൂപയ്ക്ക് വെച്ചിട്ട് ചാള പോയത്. അതെ അവിടെ തന്നെ. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചേട്ടന്മാർ വള്ളത്തിൽ നിന്നിട്ട് മീനിങ്ങനെ വള്ളത്തിൽ കുടയനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ചേട്ടന്മാർ വള്ളത്തിൽ കുടയനുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടന്നുമുണ്ട്, മീനൊക്കെ കൊണ്ടന്നുമുണ്ട്. അവർ ആ വള്ളത്തിൽ നിന്ന് കുടഞ്ഞ് അപ്പം തന്നെ ബക്കറ്റിൽ ഇട്ടിട്ട് ഇത് അവർ 2 ചേട്ടന്മാർ അങ്ങോട്ട് തൂക്കി പിടിച്ചുകൊണ്ട് പോവുകയാണ്. സ്രാവിൻ്റെ കുഞ്ഞും വന്നിട്ടുണ്ട്. പിന്നെ ഈ തോടി, മണങ്ങ്, മുള്ളൻ, ചാള, അയില ഇതൊക്കെ ഉണ്ട്. മിക്സറാണ് ആ മീനൊക്കെ. ഇനി തൊട്ടപ്പുറത്ത് വേറൊരു ബോട്ടും ഉണ്ട്. നമുക്ക് അവിടെയും കൂടി നോക്കാം. ഇഷ്ടമാതിരി ബോട്ട് ഇത് കൊണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ ബോട്ടെന്ന് പറയേണ്ട തെറ്റിദ്ധരിക്കേണ്ട, വള്ളക്കാരാട്ടോ. ഒക്കെ ചെറിയ വള്ളങ്ങളാണ് ഇതൊക്കെ. കടലിൽ മീൻ പിടിക്കാൻ പോണ വള്ളങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവരിത് ഈ വലയിൽ നിന്ന് കുടഞ്ഞെടുക്കുവാണ്. ഈ വലയിൽ നിന്ന് കുടഞ്ഞെടുത്ത്
എന്നിട്ട് വേണം അവിടെ കൊണ്ട് ലേലം വിളിക്കാനായിട്ട്. ബോട്ടുകാരും വന്നിട്ടുണ്ട് കേട്ടോ, ബോട്ടുകാരും വരാറുണ്ട്, ബോട്ടുകാരും വന്ന് ലേലം വിളിക്കാറുണ്ട്. ഇങ്ങനെ ലേലം പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ യൂണിയൻകാരാട്ടോ, അത് യൂണിയൻകാരത് നമുക്കത് വാരി നമ്മുടെ സഞ്ചിയിലോ കൊട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ ബോക്സിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ചാർജ് ഉണ്ട്, അത് നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാം പാക്ക് ചെയ്ത് തരും കേട്ടോ. അവർ അയിലാണ് കിടക്കുന്നത് അയില തന്നെയാണ്. അപ്പോൾ അതൊക്കെ മറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കണേ കേട്ടോ. ഇത് കുറേ മാന്തൽ വന്നിട്ടുണ്ട്. മാന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നങ്കിനെയാണ് മാന്തൽ എന്ന് പറയുന്നത്. മാന്തൽ, ഇലച്ചിൽ, അങ്ങനെ പല ഇനത്തിൽപ്പെട്ട സാധനം ഉണ്ടല്ലോ, അതിൻ്റെ നങ്കാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പറഞ്ഞ പോലെ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല തിളപ്പിച്ചെടുത്ത നല്ല ടേസ്റ്റ് കേട്ടോ. തിളപ്പിച്ചെടുക്കണം, കുരുമുളക് പൊടി വേണം, കുരുമുളക് പൊടി ഇട്ട് നല്ല തിളപ്പിച്ച് തന്നിട്ട് എരിവൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. ഇത് നമ്മളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊലി പൊളിച്ചെടുക്കണത്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേച്ചെടുക്കണവരുണ്ട്. നമ്മളിങ്ങോട്ട് എല്ലാവരും തൊലി പൊളിച്ചെടുക്കണത്. ചിലവർ പുളി ഇട്ട് വെക്കണവരുണ്ട്, പുളി ഇല്ലാണ്ട് വെക്കണവരുണ്ട്. 2 ടൈപ്പിൽ വെക്കണ ആൾക്കാരുണ്ട്. ഇത് വറ്റയുടെ ഇനത്തിൽപ്പെട്ട ഒരു മീനാട്ടോ, കോളവറ്റ എന്ന് പറയും. അതിപ്പോൾ കൊണ്ടുവന്ന് വഞ്ചിയിൽ നിന്ന് ഇറക്കിയതാണ് കാണുന്നത്. 'ഈ കുടഞ്ഞിടണമെന്ന് പറഞ്ഞാൽ പുള്ളിമോത എന്ന് പറയുന്നത് കേട്ടോ. ചിലടത്ത് ചെയിൻ കവറെന്നും പറയും. ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് മീറ്റ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണിത്. നമ്മളിപ്പോൾ ഹാർബറിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഹാർബറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി പോണ ജങ്കാറിലേക്കാണ്. അവിടെ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്നൊരു ബാക്കിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ വൈപ്പിനിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തു. നമ്മളിനി ജങ്കാറിൻ്റെ റോറോൻ്റെ അങ്ങോട്ട് പോകുക കേട്ടോ. ചേട്ടാ ഒരു ബൈക്ക് എന്നാ മതി. നമുക്ക് വണ്ടി കയറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഇനി ബാക്കി വണ്ടിയുടെ ജങ്കാറിലേക്ക് കയറാൻ പോകണാണ്.
രാവിലെ ആള് കുറവാല്ലേ? ഫുള്ളായിട്ടല്ലേ പോവുള്ളൂ? ഫുള്ളായിട്ടാണോ പോവുള്ളൂ? ആണോ? രണ്ടായിരത്തി 2025 തുറന്ന് ആദ്യത്തെ ജങ്കാർ യാത്ര കേട്ടാ. ആള് വളരെ കുറവാണ്, ജങ്കാറിൽ ആള് കുറവാണ്. ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമായിരിക്കും. ഇതാ കാണുന്ന വൈപ്പിൻ പാലം കേട്ടോ കാണുന്നത്. ഇതാ കാണുന്ന അറ്റത്താണ് വൈപ്പിൻ പാലമാണ്. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ആ കാണുന്ന കണ്ടെയ്നർ ടെർമിനലാണ് നമ്മുടെ വല്ലാർപാടം. കണ്ട കപ്പൽ വന്ന് അടുത്ത് കിടക്കണണ്ട. നമ്മുടെ കപ്പലിനെ ഈ ടഗുകൾ വന്നിട്ടില്ലേ, ഈ സൈഡിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ റൂട്ട് കറക്റ്റ് ആക്കണ കേട്ടോ കാണുന്നത് കേട്ടോ. നമ്മൾ ഇടിച്ച് പതുക്കെ റൂട്ടൊക്കെ കറക്റ്റ് നേരെ ആക്കണേനെ കാണുന്നത്. ക്രെയിനുകളൊക്കെ കാണാലോ. അപ്പുറത്ത് കാണുന്ന നേരെ ഹൈക്കോട്ടാണ് കേട്ടോ. നേരെ അറ്റത്ത് കാണുന്ന ഹൈക്കോട്ട്, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഐലൻഡ്, അപ്പുറത്തേക്കര ഫോർട്ട് കൊച്ചി കേട്ടോ. നമുക്കിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കാട്ടോ പോകേണ്ടത്. അവിടെ ഒരു ചേട്ടൻ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. 1-ാം തീയതി കൊണ്ട് നല്ല ശാന്തമാണ്. ഇപ്പോൾ വർക്കിനൊക്കെ ആൾക്കാർ പോണത് വളരെ കുറവായിരിക്കും. എല്ലാവരും കൊച്ചി വൈപ്പിന് ഇങ്ങോട്ടൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും മിക്കവാറും ലീവായിരിക്കും. അപ്പോൾ 1-ാം തീയതി തന്നെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചാണ് വന്നത്. നമ്മൾ വൈപ്പിൻ ഹാർബറിലെ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഫോർട്ട് കൊച്ചി ചെന്നിട്ട് വേണം ഇനി ബാക്കി പപ്പാനീനെ കത്തിച്ചിട്ടുണ്ടല്ലോ അപ്പുറത്ത് കാഴ്ചകളൊക്കെ ഒന്ന് നോക്കണം, കാണണം. ഇനി നമുക്ക് അപ്പുറത്ത് ജങ്കാർ കയറി അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടോ. ജങ്കാർ ഇറങ്ങി, റോറോ ഇറങ്ങിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു വെൽക്കം ബോർഡാണ് കാണുന്നത് കേട്ടോ. വെൽക്കം ടു കൊച്ചിൻ കാർണിവൽ എന്നുള്ളൊരു ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടായിട്ട് പോകേണ്ടത്, അതായത് നമ്മൾ ബീച്ചിലേക്കൊക്കെ പോണ വഴിയാണ് കാണുന്നത്. നേരെ പോണത് ബീച്ച്, അതുപോലെ നമ്മുടെ കമ്പോലയൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പോല ചേട്ടന്മാർ കമ്പോല വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കമ്പോല വലിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതായത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പില്ല, അതിന് കൂടാണ്ട് തന്നെ പെട്ടെന്ന് അവർ കമ്പോല വലിക്കുകയും താത്തുകയും ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ കടലായതുകൊണ്ട് തന്നെ, തീരമായതുകൊണ്ട് തന്നെ ഇഷ്ടമാതിരി മീൻ, ചെറുമീനുകളും വലിയ മീനുകളും ഒക്കെ ഇഷ്ടമാതിരി കയറുന്നുണ്ട് കേട്ടോ. അത് കൂടുതലും കിട്ടുന്ന കണമ്പും, അതുപോലെ ചെമ്പല്ലി കിട്ടാറുണ്ട്, കണമ്പ് കിട്ടാറുണ്ട്, അതുപോലെ നന്ദൻ, കൊഴുവ, ചെമ്മീൻ ഒക്കെ കിട്ടാറുണ്ട്. എല്ലാ മീനും, കൂരി, അങ്ങനെ ഒരുപാട് മീനുകൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പോലയിൽ ഈ പ്രാവശ്യം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ വറ്റ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിക്കാലിൽ ഈ ഇടയായിട്ട് കുറേ കയറി പിന്നെ വറ്റയുടെ സീസണാണ് കേട്ടോ. വറ്റ ഇഷ്ടമാതിരി കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല മുഴുപ്പുള്ള വറ്റയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറ്റ കിട്ടിയിട്ടുണ്ട്, നല്ല കണമ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണമ്പുകളൊക്കെയാണ്, മീനൊക്കെയാണ്. ഇവിടെ വന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ ഇത്തിരി വില കൂടുതലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ നല്ല കരിയും പച്ച മീൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പോലയൊക്കെ കഴിഞ്ഞ് കമ്പോല ഇപ്പോൾ കാഴ്ച കണ്ടിട്ട് നമ്മളിപ്പോൾ കമ്പോലയുടെ അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും ഫോർട്ട് കൊച്ചി വെളിയിലേക്ക് പോകുക കേട്ടോ. അവിടെയാണ് നമ്മുടെ പപ്പാനിൻ്റെ കത്തിച്ച സ്ഥലമൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി വെളി കാണണം, അങ്ങോട്ട് കാണണം. അതുപോലെ ബീച്ചിൻ്റെ ഏരിയയിലൊക്കെ നമുക്കൊന്ന് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ.
അപ്പോൾ നമ്മളിതേ ഇപ്പോൾ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്രൂസ് പള്ളിയുടെ ഫ്രണ്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. സാന്റാക്രൂസ് പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ ആ ചെറിയ സൈഡിൽ ഇട റോട്ടിൽ കൂടെ കയറിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് അവിടെ പോയിട്ട് സാന്റാക്രൂസ് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമുക്ക് അവസാനം വെളിയിൽ തന്നെ ചെല്ലണം, ഫോർട്ട് കൊച്ചി വെളിയുടെ അവിടെ. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കയറണം. അപ്പോൾ നമ്മളിതേ വണ്ടി അതിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിലെ റോഡിൻ്റെയൊക്കെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ട്, നല്ല ക്ലിയറായിട്ട്, നല്ല ഭംഗിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളി സാന്റാക്രൂസ് പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഇഷ്ടംമാതിരി വലുതായാലും ചെറുതായാലും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വലുതാണെങ്കിലും ചെറിയാണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ആഘോഷിക്കും കേട്ടോ. കാശുള്ളവനും കാശില്ലാത്തവനും എല്ലാം ഒരേപോലെ ആഘോഷമൊക്കെ എല്ലാവരും ഒരേപോലെ അടിച്ച് പൊളിച്ചുള്ള ആഘോഷങ്ങളാണ്. ഇപ്പോൾ ഡിസംബർ മാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ആഘോഷങ്ങളാണ്. ഡിസംബർ തൊട്ട് ഇങ്ങനെ ജനുവരി ഫസ്റ്റൊക്കെ നല്ല ആഘോഷങ്ങളുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചി നമ്മുടെ ബീച്ച് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിയിലൊക്കെ ആണെങ്കിലും നല്ല റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് സാധാരണ ചെറിയ തട്ടുകടകൾ തുടങ്ങി അതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന നല്ല സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെന്നിരിക്കാൻ വിനോദസഞ്ചാരികൾ നമുക്ക് സമയം വൈകുന്നേരങ്ങളിലും ഒക്കെ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ നല്ല നല്ല മരത്തണലുകളൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് കേട്ടോ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പം കൂടിയ ഒരുപാട് പഴക്കങ്ങളുള്ള മരങ്ങളാണ്. വണ്ണം കൂടിയ നല്ല മരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ റോഡരികിലൊക്കെ കാണാം. അതുപോലെ തോരണങ്ങളൊക്കെ ഈ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലായിടത്തും നല്ല കളർഫുള്ളായിട്ട് നല്ല വർണ്ണങ്ങളായിട്ടുള്ള നല്ല കളർ തോരണങ്ങളും കൊടികളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലായിടത്തും നല്ല തണലാണ് കേട്ടോ. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ അധികം നമുക്കൊന്ന് നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ഈ ടെൻഷനൊക്കെ മാറി നല്ല രസമാട്ടോ അവിടെയൊക്കെ. അതുപോലെ ഓരോ എല്ലാ പള്ളികളിലും എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പരേഡ് ഗ്രൗണ്ട് എത്തിട്ടോ. ഇതാണ് പരേഡ് ഗ്രൗണ്ടാണ്. അപ്പോൾ പരേഡ് ഗ്രൗണ്ടിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഡച്ച് സെമിട്രിയുടെ അവിടെ എത്തി. അതായത് ഡച്ചുകാരെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് നമ്മുടെ കൊച്ചിയിൽ വന്ന ഡച്ചുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ അടക്കം ചെയ്തേക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഇപ്പോൾ തലമുറകളിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ. നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ വിദേശികളൊക്കെ ആയിട്ടുള്ള അവരുടെ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ കുടുംബങ്ങളും ഒക്കെ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആകെ ഇപ്പോൾ പുല്ലൊക്കെ പിടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കണത്. ഇപ്പോൾ ഗേറ്റൊക്കെ തുറക്കണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ക്ലീൻ ചെയ്ത ഒന്നും കാണുന്നില്ല. ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടായി കിടക്കണില്ല, പക്ഷേ നല്ല അത്യാവശ്യം പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ടായിട്ടോ വന്നേക്കണം. ബീച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കണ്ട, അപ്പോൾ അതുകൊണ്ട് കാണിക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ച് കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാണിക്കണേ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഹരിതകർമ്മസേന വിഭാഗങ്ങളും കൊച്ചിൻ കോർപ്പറേഷൻ്റെ സ്ഥിരം സ്റ്റാഫുകൾ എല്ലാവരും ഒക്കെ ചേർന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബീച്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദേശികളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കേരളമാണെങ്കിലും കൊച്ചിയാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മോശമായി കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചിൽ നമുക്കാണ്. അപ്പോൾ വൃത്തിയായി കിടക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. വൃത്തികേടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, വിനോദസഞ്ചാരികൾ. ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞതിന് പിറ്റേ ദിവസമായതുകൊണ്ട് വളരെ ആൾക്കാർ കുറവാണ്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ബീച്ച് കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കടപ്പന്നി ഇങ്ങനെ മറിഞ്ഞ് കിടക്കണം കേട്ടോ. നമ്മുടെ ഫോണിൽ അതൊന്നും കിട്ടില്ല. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും
കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കിട്ടിയില്ല കേട്ടോ. അപ്പം നമ്മളത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ പോകുക കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ച് വേറെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ പോവുകയാണേ. ഇവിടെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. ഇപ്പോൾ പോലീസ് പെട്രോളിങ്ങിനൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. അതിൽ ഫോർട്ട് കൊച്ചിയിൽ ഓരോ മതിലിലും ഇഷ്ടംമാതിരി പെയിൻറ്റിങ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മതിലുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയിൻറ്റിങ്സൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. നമ്മുടെ പുതിയ നല്ല വീഡിയോസൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഉറപ്പായിട്ട് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.